അണ്ണോ ദിനേശ് അണ്ണോ. ദിനേശേ എടാ അല്ലേ നീ ആയിരുന്നോ? എന്തോ എല്ലാരും കൂടെ വാ ഇരിക്ക്. എടാ നമ്മുടെ രാഘവപുരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണപ്പരിപാടി പരിപാടി ഇറങ്ങിയതാണ്. എടാ കസാര വെളിയിൽ കിടക്കുന്നത് എടുത്തിട്ട് ഇരിയടാ. ഇതേത് ക്ലബ്ബാടാ? എടാ ഇത് നമ്മുടെ പഴയ ക്ലബ് തന്നെയാണ്. നമ്മുടെ രാഘവച്ചേട്ടൻ പറമ്പിലില്ലേ നമ്മൾ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞ് പുള്ളിയുടെ പേരോടെ വെക്കണം, അല്ലെങ്കിൽ അവിടെ പരിപാടി നടത്താൻ പറ്റത്തില്ല. നമ്മളിനി വേറെ എവിടെ കൊണ്ടുവന്ന് പരിപാടി നടത്താൻ. ഞാൻ വിചാരിച്ചു നിങ്ങൾ പുതിയ ക്ലബ്ബ് തുടങ്ങിയായിരിക്കും. നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഇല്ലയോ? ആ ദിനേശ് ഒരു 2000 എഴുതു. എത്ര 2000 ദിനേശ്. എടാ അത്രയൊന്നും എഴുതല്ലേടാ. എടാ പണിക്കോലും പോയാടാ, കാല് ചെയ്യാതിരിക്കോടാ. അണ്ണാ ദിനേശ് അണ്ണല്ലേ ധനസഹായത്തിനുള്ളത്? പറഞ്ഞു. എടാ ദിനേശ് നിന്റെ ധനസഹായത്തിന് വേണ്ടിയാണ് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനോടുള്ള പിരിവാണ് പിരിക്കുന്നത്. നീ വേറെ ഒന്നും തോന്നല്ലേ? എടാ 2000 എഴുതിയോ? അണ്ണാ 2 തൊട്ട് 2000 എഴുതാനോ? എന്തോരം അവന് വേണ്ടി ഉള്ളല്ലേ, നീ എന്തോരം എഴുതിക്കുന്നത്? എനിക്കുള്ളതാണോ? എന്നാ എഴുതിക്കോണ. എന്താ ആശുപത്രി പോകാൻ വെച്ചാൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, എന്നാ അത് തെങ്ങെടുക്കാം. അതൊന്നും നല്ലതാ. ഇപ്പൊ ഒരുമിച്ച് ഇത്രയും തുക കിട്ടത്തില്ല. ഇപ്പൊ ആശുപത്രി പോക്കും കാര്യങ്ങളെല്ലാം നടന്നു പോകും. എടാ എന്താ നോട്ടീസ്? എടാ നല്ല ഗംഭീര പരിപാടിയൊക്കെ വെച്ചേക്കണേ. കാലത്ത് ഞാൻ എത്തിയേക്കണേ. നീ കാല് ചെയ്യാതെ ഞാൻ എങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങുന്നേ? എന്താ പരിപാടിയാണ്? അണ്ണന് വേണ്ടി നമ്മളെ ഒറ്റയ്ക്ക് ഒരു ഓട്ടോമസറൊക്കെ വെച്ചേക്കുന്നേ. ഫസ്റ്റ് പൈസ ഞങ്ങൾ അണ്ണന് വേണ്ടി എഴുതി വെച്ചേക്കില്ലേ? ഇപ്പൊ നിലവിൽ അണ്ണന് മാത്രമേ ഉള്ളൂ കാലിപ്പായിരിക്കും. വേറെ ആർക്കും ഇവിടെ ഒന്നും ഇല്ല. എന്തായാലും സമ്മാനം അണ്ണൻ തന്നെ. പക്ഷെ അണ്ണൻ ജയിക്കണം. എടാ പറഞ്ഞ് ശരിയാ കേട്ടോ. നമ്മുടെ ക്ലബിന്റെ കാര്യം നീക്കറിയാം. നമ്മൾ സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കുന്ന ക്ലബ്ബാ. അപ്പൊ നീ ജയിച്ചതിന് സമ്മാനം വാങ്ങിക്കണം നീ. എടാ അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാ രാത്രി കൈകൊട്ടി കളിയൊക്കെ. എടാ ഇതാരാടാ കൈക്കുട്ടി കളി? എടാ നമ്മുടെ ക്ലബിന്റെ പേര് മാറ്റി രാഘവനുണ്ടല്ലോ, അയാളുടെ സ്പോൺസറിങ് ചെയ്ത്. സ്പോൺസർ ചെയ്ത പുള്ളി പേരും മാറ്റി, രാഘവസംഘം കൈകൊട്ടി കളി എന്നായി. പിന്നെ ആരുടെ മരിച്ചപ്പോ അവരുടെ ആ വസ്തുവിലോട്ട് ഒരു ഫ്ലെക്സ് കിട്ടിയപ്പോ അയാളുടെ പേരില്ലെന്ന് പറഞ്ഞ് അടിപ്പിച്ച പുള്ളി അത്. പിന്നെ എടാ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നേ. 2-3 വീടുകളുടെ കയറുണ്ട്. അണ്ണ എന്നെ വായിച്ചിലാണ് നീ നോട്ടീസ് വേറെ ഇട്ടിങ്ങനെ കൊടുക്കുക. എടാ ധനസഹായത്തിന് ഞാൻ എപ്പോഴാണ് വരണ്ടേ? പരിപാടി മാറ്റം വരുന്ന കമ്മിറ്റിക്ക് പൂർണ്ണ അധികാരമുണ്ട്.